ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കാസർഗോഡ് ഭാഗത്തുള്ളവരൊക്കെ എല്ലാ പെരുന്നാളിനും ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിൽ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് ഈ പൊരിയപ്പം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് തന്നത്. അവരുടെ ഉമ്മമാരൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാസർഗോഡ് ഭാഗത്തുള്ളവരൊക്കെ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇത് ഒരുപാട് ദിവസം കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാസർഗോട്ടുകാരുടെ പെരുന്നാൾ പൊരിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊരിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് പൊരിയെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 200 ഗ്രാം പൊരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഒരുപാട് ടൈം വറുക്കൊന്നും വേണ്ട, കളറൊന്നും മാറണ്ട. ഒരു ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ പൊരിയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിയാണ്. അരി വറുത്തെടുക്കണം. അപ്പോൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 200 ഗ്രാം പൊരിയിലേക്ക് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരി വറുക്കുമ്പോൾ ഇതുപോലുള്ള ഫ്രൈ പാനിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അത് ഓർക്കാതെയാണ് ഞാൻ പൊരി വറുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അരി ഇടുമായിരുന്നു. അപ്പോൾ ഞാനിത് അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പാൻ മാറ്റിയിട്ട് ഒരു അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ടാണ് പിന്നീട് അരി വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. പൊരിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയും പൊരിയൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് അരി വറുത്തത് പൊടിച്ചെടുക്കാം. ഇതുപോലുള്ള വലിയ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് നല്ലത്. ചെറുതിലാവുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വെച്ച് ചെയ്യേണ്ടി വരും. അരി പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 8 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഞാനിതുപോലെ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി പൊരിയാണ് പൊടിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ നൈസാക്കിയിട്ട് പൊടിക്കാൻ പാടില്ല പൊരി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്താൽ മതി. കൂടുതൽ പൊടിച്ചെടുക്കരുത്. പൊരി നമ്മൾ ഇത്രയേ പൊടിച്ചെടുക്കുന്നുള്ളൂ. ഇതാ തൊട്ട് നോക്കുമ്പോൾ നല്ല തരിത്തരിപ്പായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പൊരി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പൊരി കൂടി ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊരിയെല്ലാം ഞാനിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.25 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലുള്ള വലിയൊരു പാൻ തന്നെ എടുക്കണം. അത്യാവശ്യം വലിപ്പം വേണം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് ചൂടോട് കൂടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുത്തു പോകരുത്. ഇതുപോലത്തുള്ള അരിപ്പ തന്നെ വെച്ച് കൊടുക്കണം. അരിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി എപ്പോഴും അരിച്ചിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കല്ല് കടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 4 തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ 4 എടുത്താൽ മതി, വലിയ തേങ്ങ ആണെങ്കിൽ 3 മതി. അപ്പോൾ എൻ്റെ കുറച്ച് ചെറിയ തേങ്ങ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അല്ലെങ്കിൽ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ശർക്കരയിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്കിതുപോലെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറേശ്ശെ വെള്ളമൊക്കെ അതിലുണ്ടാവും. വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണ്ട. നമുക്ക് പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിക്കോട്ടെ. നമ്മൾ ശർക്കരപ്പാനിയിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു 3/4 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇതുപോലെ വെള്ളം ഉണ്ടാവും. അത് നമുക്ക് പാകമായി വന്നോളും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഒരു 10 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരി വറുത്തത് കുറച്ചിട്ട് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് അരി വറുത്തെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പൊരി വറുത്തത് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 100 ഗ്രാം കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വെളുത്ത എള്ളായാലും കുഴപ്പമൊന്നുമില്ല.
അപ്പം ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള അരിയും പൊരിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ശർക്കര പാനിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ കുറച്ച് എടുത്തിട്ട് ഉരുട്ടി നോക്കുക. അപ്പോഴാണ് ഇതിൻ്റെ പാകം മനസ്സിലാവുള്ളൂ. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഉണ്ട കയ്യിൽ വെച്ചിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഓരോന്നും ബോൾസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അളവെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറു ചൂടിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ അധികം ചൂടൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞൊരു ഇളം ചൂടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചൂട് തന്നെ ഉരുട്ടിയെടുക്കുക. നമ്മൾ അരിയും പൊരിയും എല്ലാം ഇതിൽ മിക്സ് ചെയ്യുന്നത് തീ ഓഫാക്കിയതിന് ശേഷമല്ലേ, അപ്പോൾ പിന്നെ കൂടുതൽ ചൂടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പൊരിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം വേണ്ടി വരിക. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ പൊരിയും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിയപ്പം ഒന്ന് പൊരിച്ചെടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ ദോശയൊക്കെ ചുടുന്ന അരിയില്ലേ, ആ പച്ചരിയാണ്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് കുറേശ്ശായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിലർ അരി അരക്കുമ്പോൾ മുട്ട ചേർക്കാറുണ്ട്. അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും മുട്ട ചേർത്താൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് മുട്ട ചേർക്കുന്നില്ല. മുട്ട ചേർക്കണം നിർബന്ധമൊന്നുമില്ല, മുട്ട ഇല്ലാതെ ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അരി ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഈ മാവിൽ ചെറുതായിട്ടൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ അരി അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ശർക്കര എടുത്തിട്ട് ഞാൻ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അരച്ച അരിയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങനെ മൊത്തം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ ബാറ്ററിന് അധികം തിക്നെസ് വേണ്ട, കുറച്ച് ലൂസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓരോ ബോൾസ് നമ്മളിതിൽ മുക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് മാവ് താഴേക്ക് പോകുന്ന രൂപത്തിൽ തന്നെ വേണം ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ നമുക്ക് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ആദ്യം ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തിക്നെസ് കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1-2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഈ മാവിൻ്റെ കട്ടി കൂടുതലായി പോയാൽ നമ്മൾ പൊരിയപ്പം പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി കയറാം. അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ലൂസ് തന്നെ ഈ മാവ് എടുക്കണം. ഒരു ഭാഗം കളർ മാറിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗം ഒരുപോലെ ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ് കറക്റ്റായിരുന്നോ എന്നുള്ളത്. ഇത് പൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ്. അല്ലെങ്കിൽ കട്ടിയിലാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കുറച്ച് തിക്കാണ്, അപ്പോൾ കുറച്ചുകൂടി ലൂസാക്കി കൊടുക്കണം. ഇത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ബോൾസ് കാണാവുന്ന രൂപത്തിലായിരിക്കും ഇതിൻ്റെ ബാറ്ററി പൊതിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയാണ് ഇതിന് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ഒരു വലിയ പാനിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇത് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ പൊരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്താ ഭംഗി അറിയോ. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് തീരും. കൂടുതലുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറേ ദിവസം എടുത്ത് വെക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോവും. കുട്ടികൾ 1-2 പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുള്ളൂ, പക്ഷെ തീരുന്നത് അറിയില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാസർഗോഡ് ഭാഗത്തുള്ളവരൊക്കെ എല്ലാ പെരുന്നാളിനും ഇതുപോലുള്ള പലതരം അപ്പങ്ങളും ചുട്ടെടുക്കാറുണ്ട്. അവർ പെരുന്നാൾ ആകുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ഇതൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്താ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.